ഹായ്. അപ്പോൾ നമുക്ക് ഡൽഹി ക്യാപിറ്റൽസ് നോക്കാം. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പ്രോബബിൾ പ്ലേയിങ് ഇലവനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് പ്ലേയിങ് ഇലവൻ ആയിരിക്കാം ഡൽഹി ക്യാപിറ്റൽസിന് മിക്കവാറും വരാൻ പോകുന്നത്. കാരണം ഏറ്റവും നല്ല ഓപ്ഷൻ ചെയ്ത ടീമെന്ന് പൊതുവെ വിലയിരുത്തുന്ന ഒരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. നല്ല ടീമാണ് അവർക്ക്. നല്ല KL രാഹുലിൻ്റെ പിക്കൊക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലേ, കിടു ആയിട്ട് പിക്ക് ചെയ്തു. 14 crore അത്രയും ആ ഒരു എമൗണ്ടിനൊക്കെ KL രാഹുലിനെ പോലെ കാലിബറുള്ള ഒരു പ്ലെയറെ കിട്ടുമെന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ്. നോക്കാം നമുക്ക് എന്തായാലും. ക്യാപ്റ്റൻ ഫിക്സ് ആണ് ഇവിടെ. KL രാഹുൽ തന്നെയായിരിക്കും ഓപ്പണിങ്ങും, പുള്ളിക്കാരൻ തന്നെ ഓപ്പണിങ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഇവിടെ നോക്കുക, ജേക്ക് ഫ്രേസർ മക്കർക്കും KL രാഹുലിനാണ് ഓപ്പണിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ വേറൊരു ഓപ്ഷൻ ഉള്ളത് ഫാഫ് ഡു പ്ലസിയാണ്. ഫാഫ് ഡു പ്ലസിയെ ഓപ്പൺ ചെയ്യാൻ യാതൊരു ചാൻസും ആ ഒരു ടീമിലില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജേക്ക് ഫ്രേസർ മക്കർക്കിനെ അവരെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് എടുത്തത്. ഓൾമോസ്റ്റ് റീറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്ലെയർ ആയിരുന്നു, പക്ഷേ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് എടുത്തത്. ഫാഫ് ഡു പ്ലേസിയെ സെക്കൻഡ് റൗണ്ടിലൊക്കെ ഓപ്ഷനിലാണ് എടുത്തത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പുള്ളിക്കാരനൊരു ബാക്കപ്പ് ആയിരിക്കും. എക്സ്ട്രാ ഓർഡിനറി ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. വേൾഡിലെ എല്ലാ T20 ലീഗിലും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഏജ് ഒരു കൺസിഡറേഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാര്യമില്ല. സോ അതൊരു ഇത് വെച്ച് നോക്കുമ്പോൾ, പിന്നെ ജേക്ക് ഫ്രേസർ മക്കർക്ക് ലാസ്റ്റ് സീസണിൽ ചെയ്തതൊക്കെ ഈ 200 പുള്ളിക്കാരൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പ്രത്യേകിച്ച് ഡൽഹിയിലെ ട്രാക്ക് കൺസിഡർ ചെയ്യുമ്പോൾ, അവിടുത്തെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു 200 കൈൻഡ് ഓഫ് ട്രാക്കാണ്. എന്താ പുതിയ പേര്, ഫിറോഷ കോട്ട്ലിൻ്റെ എന്താണെങ്കിലും അത്. അപ്പോൾ അവിടുത്തെ ട്രാക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവിടെ 200 ആണ്. ഒരു 160 വന്ന് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ളൊരു ട്രാക്കല്ല അവിടെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അവിടുത്തെ ട്രാക്ക് അങ്ങനെയാണത്. ഹൈദരാബാദിലെ ട്രാക്ക്, RCB, ബാംഗ്ലൂരിലെ ട്രാക്കൊക്കെ ഈ ഒരു ഇതാണ്. അവിടെ വലിയൊരു സ്കോർ ചെയ്താൽ പോലും ചേസ് ചെയ്യാൻ പറ്റുന്ന ട്രാക്കാണ്. അവിടെ വേണ്ടത് ഹൈ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു ഓപ്പണറാണ്. ജേക്ക് ഫ്രേസർ മക്കർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. പ്രശ്നം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് പോലും ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ട്. യങ് പ്ലെയറാണ്, വെരി വെരി യങ് ആണ്. അക്കാര്യത്തിലൊന്നും യാതൊരു ഡൗട്ട്, ഒരു പ്രതീക്ഷ കൊടുക്കേണ്ടാത്ത താരമൊന്നുമല്ല. യങ് ആണ്, 21 or 22 എങ്ങാണ്ടാണ് ഏജ്. നല്ല പ്രതീക്ഷ ഉള്ള പ്ലെയർ തന്നെയാണ്. പക്ഷേ റീസെൻറ്റ് ഫോമാണ് ഞാൻ പറഞ്ഞത്. ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ റീസെൻറ്റ് ഫോം അത്രയും നല്ലതല്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഫ്യൂച്ചർ പ്ലെയർ തന്നെയാണെന്നുള്ള കാര്യം കൊണ്ട് ജേക്ക് ഫ്രേസർ മക്കർക്കുമായി. നമ്പർ 3 അവർ റീറ്റെയിൻ ചെയ്ത പ്ലെയറാണ്. 4 crore റീറ്റെയിൻ ചെയ്ത അഭിഷേക് പോറൽ. എല്ലാ സീസണിലും നന്നായിട്ട് അവസരം കിട്ടിയപ്പോഴൊക്കെ നന്നായി പെർഫോം ചെയ്ത ഒരു പ്ലെയറാണ് അഭിഷേക് പോറൽ. ലെഫ്റ്റ് ഹാൻഡറാണ്, നല്ലതായിട്ട് ഹിറ്റ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്. കാണാൻ വലിയൊരു ഇതൊന്നും ഇല്ലെന്നുള്ളൂ, പക്ഷേ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. നമ്മൾ ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് കൊണ്ടുവരാൻ പോകുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. പ്രത്യേകം ഇദ്ദേഹത്തെ 1 ഡൗണിൽ ഇറക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ആ ഒരു മിഡിൽ ഓർഡറിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഏതാണ്ട് ഒരു 6 ഓവർ, ഒരു 4 ഓവർ വരെ ഈ ഓപ്പണേഴ്സ് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5-6ാമത്തെ ഓവർ മുതൽ ഒപ്പോണൻറ്റ് ടീമിലൊക്കെ സ്പിന്നേഴ്സ് വരുന്ന സമയത്ത് ആ ഒരു ടൈമിൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഈ ഒരു ടീമിന് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതുകൊണ്ട് അഭിഷേക് പോറലിൻ്റെ നമ്പർ 3 സ്പോട്ട് അടിപൊളി തന്നെയാണ്. 4ൽ അവരുടെ ബാറ്റിംഗ് സെൻസേഷൻ, ഇപ്പം ഓൾ ഫോർമാറ്റ് ക്രിക്കറ്റിൻ്റെ ബാറ്റിംഗ് സെൻസേഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു താരമാണ് ഹാരി ബ്രൂക്ക്. T20 അത്രയ്ക്കങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ലെങ്കിൽ പോലും ഇംഗ്ലണ്ടിൻ്റെ ഓൾ ഫോർമാറ്റ് പ്ലെയർ എന്ന് പറയുന്നത് ഹാരി ബ്രൂക്ക് തന്നെയാണ്. ക്യാപ്റ്റൻസി റോളിലേക്കായാലും എല്ലാ ഫോർമാറ്റിലേക്കും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന പ്ലെയറാണ് ഹാരി ബ്രൂക്ക്. ഇവിടെയാണ് ഇവർക്ക് ആകെ ഒരു ചേഞ്ചിന് ചാൻസ് ഉള്ളത്. ഫാഫ് ഡു പ്ലസി ഇവിടെ കൊണ്ടുവന്ന് ഹാരി ബ്രൂക്കിനെ പുറത്തിരുത്താനുള്ള ഒരു ചെറിയൊരു മൈന്യൂട്ട് ചാൻസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു സ്ട്രോങ് പ്ലേയിങ് ഇലവൻ നോക്കുമ്പോൾ ഇത് തന്നെയാണെന്നുള്ളത് ആണ് നമ്മുടെ വിലയിരുത്തൽ. ഓക്കെ, 5ാം നമ്പറിൽ ട്രിസ്റ്റൻ സ്റ്റബ്സ്, സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് സെൻസേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ. അത്രയും കാലിബർ, എന്തൊരു കാലിബറുള്ള പ്ലെയേഴ്സിനാണ് സൗത്ത് ആഫ്രിക്ക പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ നല്ല ഒത്തൊരു ഉദാഹരണം ആണ് ട്രിസ്റ്റൻ സ്റ്റബ്സ്. കളി ഒറ്റയ്ക്ക് നിന്ന് ജയിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. ലോവർ ഓർഡറിലൊക്കെ ബാറ്റ് ചെയ്ത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കഴിവിനെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ ടെസ്റ്റ് മാച്ച് നമ്പർ 3 ബാറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണിത്. 3 ബാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം പുള്ളിക്കാരൻ്റെ സ്റ്റാൻഡേർഡ് എത്രയായിരിക്കും എന്നുള്ളത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ
കൺസിഡർ ചെയ്യാം. ട്രിസ്റ്റൻ സ്റ്റെപ്സ് നമ്പർ 5 അവരെ റീറ്റെയിൻ ചെയ്ത പ്ലെയർ, വൺ ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന താരമാണ് അക്ഷർ പട്ടേൽ. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും പുള്ളിക്കാരനൊക്കെ എജ്ജാതി കിടു കളിയാണ് വേൾഡ് കപ്പ് ഫൈനലൊക്കെ കളിച്ചത്. നമ്പർ 4 5 കണ്ട് ഇറങ്ങി വന്ന് അടിപൊളി കളി തന്നെ എടുത്തിട്ട് മാറ്റിയ പെർഫോമൻസ് ആയിരുന്നു അക്ഷർ പട്ടേലിൻ്റെ. അപ്പോൾ സോ അയാളൊക്കെ അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അക്ഷർ പട്ടേൽ. അക്ഷർ പട്ടേൽ 6 or 7 ഇത് ഈ ഒരു ഓർഡർ ഷഫിൾ ആവും എപ്പോഴും. ഈവൺ അക്ഷർ പട്ടേൽ നമ്പർ 4 വന്നാൽ പോലും സർപ്രൈസ്ഡ് ആവേണ്ട കാര്യമില്ല. ചിലപ്പോൾ ലെഗ് സ്പിന്നേഴ്സ് കൂടുതലുള്ള ടീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈവൻ ഹൈദരാബാദ് പോലുള്ള ടീം അവർക്ക് ലെഗ് സ്പിൻ ഓഫ് സ്പിൻ ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. ട്രാവിസിലൂടെയൊക്കെ പാർട്ട് ടൈം ആയിട്ട് വരുന്നതല്ലാതെ അങ്ങനെയുള്ള ടീമിനോടൊക്കെ ചിലപ്പോൾ അഭിഷേക് പോറലും അക്ഷർ പട്ടേലും ഒരുമിച്ച് ബാറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ അക്ഷർ പട്ടേലിന് നമുക്ക് പ്രൊമോഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അസ്തോഷ് ശർമ്മ നമ്പർ 7 അസ്തോഷ് ശർമ്മ പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ടുള്ള മിന്നും പ്രകടനം, അത് അങ്ങനെ തന്നെ പറയണം. അത്രയും കിടു ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അസുതോഷ് ശർമ്മയും ശശാങ്ക് സിംഗും ലാസ്റ്റ് സീസണിൽ കാണിച്ചത്. ശശാങ്ക് സിംഗിന് അതിൻ്റെ റിവാർഡ് കിട്ടി, പുള്ളിക്കാരനെ ടീം റീറ്റെയിൻ ചെയ്തു. അസുതോഷ് ശർമ്മയ്ക്കും നല്ലൊരു ബിഡിംഗ് ഒക്കെ കിട്ടി. ഡൽഹിയുടെ ഫിനിഷിംഗ് റോളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന താരമാണ് അസുതോഷ് ശർമ്മ. സോ അദ്ദേഹത്തെ 7. പിന്നീടാണ് നമ്മൾ ഇത്രയാണ് ബാറ്റിംഗ് യൂണിറ്റ് വരുന്നത്. ഓൾറൗണ്ട് എല്ലാം ഓൾറൗണ്ടായിട്ട് ഇവിടെ ഒരാൾ മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഡീമെറിറ്റ്. ഈ ടീമിൻ്റെ ഡീമെറിറ്റ് നമുക്ക് ലാസ്റ്റ് പറയാൻ എന്തായാലും. എന്നിരുന്നാലും ഒരു മൈന്യൂട്ട് ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓൾറൗണ്ടേഴ്സ്. അതൊരു പോയിന്റ് തന്നെയാണ്. പക്ഷേ ഇമ്പാക്ട് പ്ലെയർ റൂൾ വരുന്നത് കൊണ്ട് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല, നോക്കേണ്ടി വരും. നമ്പർ 8 ഇനി അവരുടെ ബോളിംഗ് യൂണിറ്റിലേക്ക് ഞാൻ ഒരുമിച്ചാണ് പോകുന്നത്. കാരണം അവരുടെ സ്പിൻ ബോളിംഗ് യൂണിറ്റ് നോക്കിയാൽ ഒറ്റയടിക്ക് ക്ലിയർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ബെസ്റ്റ് മിസ്റ്ററിയുടെ ഏറ്റവും ബെസ്റ്റ് 2 പ്ലെയേഴ്സ്. കുൽദീപ് യാദവ് ആയാൽ പോലും നല്ല ഫോമിലുണ്ട്, അക്ഷർ പട്ടേൽ ആയാലും ഫോമിലുണ്ട്. രണ്ടും ഓഫ് സ്പിന്നും ലെഗ് സ്പിന്നൊക്കെ അടിപൊളിയായിട്ട് ഇട്ട് പൊളിയാക്കാൻ പറ്റിയ സ്പിൻ ട്രാക്കിലൊക്കെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന 2 സ്പിന്നേഴ്സ് ഉണ്ട്. ഫാസ്റ്റ് ബോളിംഗ് ആണെങ്കിൽ നട്രാജൻ ഉണ്ട്, മിച്ചൽ സ്റ്റാർക്ക്. അവരുടെ ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് മിച്ചൽ സ്റ്റാർക്ക് ആയിരിക്കും. മിച്ചൽ സ്റ്റാർക്കിൻ്റെ ലെഫ്റ്റ് ആം സ്പിൻ വരും, നട്രാജൻ്റെയും ലെഫ്റ്റ് ആം പേസ് വരും, നട്രാജൻ്റെയും ലെഫ്റ്റ് ആം പേസ്, മുകേഷ് കുമാറിൻ്റെ റൈറ്റ് ആം പേസ്. ഇങ്ങനെ എല്ലാ വെറൈറ്റിയും ഈ ബോളിംഗ് അറ്റാക്കിന് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവർ ഇമ്പാക്റ്റായിട്ട് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് മോഹിത് ശർമ്മയാണ്. മോഹിത് ശർമ്മയുടെയും കൂടെ വരുമ്പോൾ ആ ബോളിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വെറൈറ്റി. ഒരു ചൈനാമാൻ ഓഫ് സ്പിന്നായിട്ട് കുൽദീപ് യാദവ്, ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് അക്ഷർ പട്ടേൽ, റൈറ്റ് ആം ഉണ്ട്, ലെഫ്റ്റ് ആം ക്യുക്ക് ഫാസ്റ്റ് ഉണ്ട്, ലെഫ്റ്റ് ആം വേണമെങ്കിൽ ഒരു കട്ടറൊക്കെ എറിയുന്ന നട്രാജനുണ്ട്, ബാക്ക് ഓഫ് ഹാൻഡ് സ്ലോ ബോൾ എറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മോഹിത് ശർമ്മ ഉണ്ട്. എല്ലാ വെറൈറ്റിയും എല്ലാ ഏരിയയും കവർ ചെയ്തൊരു വെൽ സെറ്റിൽഡ് ബോളിംഗ് യൂണിറ്റ് എന്ന് പറയാൻ പറ്റുന്നത് അത് ഡൽഹിയുടെ തന്നെയാണ്. മറ്റു ടീമിലൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇവരുടെ എല്ലാ വെറൈറ്റിയും കവർ ചെയ്തിട്ടുള്ളൊരു സ്ട്രോങ് ബോളിംഗ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ ബോളിംഗ് യൂണിറ്റൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ റണ്ണ് വഴങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും മോശമായിട്ട് ഇവർ പെർഫോം ചെയ്താലേ അങ്ങനെ പറ്റുള്ളൂ. അത്രയും സ്ട്രോങ് ബോളിംഗ് യൂണിറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് അവരുടെ പ്രോബബിൾ പ്ലേയിങ് 11. നമുക്ക് ബെഞ്ച് കൂടെ ഒന്ന് നോക്കാം. ആരൊക്കെയാണല്ലോ? കേരള രാഹുൽ, ഹാരി ബ്രൂക്ക്, ജെയ്ക്ക് ഫ്ലൈസമ്മ, കരുൺ നായർ ഇവിടെയൊക്കെ ബാക്കപ്പാണ്. ഷുവർ 100% ബാക്കപ്പാണ്. കരുൺ നായരൊന്നും പ്രോബബിൾ 11 ചാൻസ് ഇല്ല. പുള്ളിക്കാരനൊക്കെ നല്ല ടാലൻ്റ് ഉള്ള പ്ലെയറാണ്. മഹാരാജ ട്രോഫിയിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റീസെൻ്റായിട്ട് നല്ല ഫോമിലാണ്. സോ കളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഇത്രയും നിബിഡമായ ഒരു ടീമിലോട്ട് ബുദ്ധിമുട്ടാണ്. ഇൻ കേസ് അഭിഷേക് ശർമ്മയ്ക്ക് പകരമായിട്ടോ ഈ ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ KL രാഹുൽ ആവും എന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. വേറെ ആരും ഇവിടെ ഈ ലൈനപ്പിലില്ല. KL രാഹുൽ തന്നെയാണ് വിക്കറ്റ് കീപ്പർ. അഭിഷേക് പോറലും ഒരു ചാൻസ് ഉണ്ട്. അഭിഷേക് പോറലായിരിക്കും, KL രാഹുൽ അല്ല. അഭിഷേക് പോറലായിരിക്കും വിക്കറ്റ് കീപ്പർ. പിന്നെ നമ്മൾ പിന്നെ ബെഞ്ചിലുള്ളത് ഫാഫ് ടു പ്ലസി നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം കറണ്ട് ഫോമൊക്കെ വെച്ച് ഏജും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുക. ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്നൊക്കെ നമ്മൾ ചുമ്മാ പറയും. എന്നാലും ഏജൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കറണ്ട് ഫോമൊക്കെ വെച്ച് നോക്കിയാൽ ഫാഫ് ടു പ്ലസി ഒക്കെ വേൾഡിലെ തന്നെ ബെസ്റ്റ് ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. കരീബിയൻ പ്രീമിയർ ലീഗ് അങ്ങനെയുള്ള എല്ലാ ലീഗുകളിലും കളിക്കുന്നു, നന്നായിട്ട് സ്കോർ ചെയ്യുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ബാക്കപ്പ് എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. സമീർ റിസ്വിയെ ഇവർ എടുത്തിട്ടുണ്ട്. സമീർ റിസ്വിയും ഇവിടെ ഇമ്പാക്റ്റ് സപ്പായിട്ട് വരാൻ സാധ്യതയുള്ളൊരു പ്ലെയറാണ്. എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ സമീർ റിസ്വിയെ ആയിരിക്കും ഇവർ ഇമ്പാക്റ്റ് ചെയ്യാൻ 99.9% ആയിരിക്കും. കാരണം മോഹിത് ശർമ്മയെ ആദ്യം ഫസ്റ്റ് ഇന്നിങ്സ് ഇവർ ഡൽഹി ക്യാപിറ്റൽസ് ബോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യില്ല, ഇമ്പാക്ട് സബ് യൂസ് ചെയ്യത്തേ ഇല്ല, ആരെയും യൂസ് ചെയ്യില്ല. സെക്കൻഡ് ഇന്നിങ്സിലായിരിക്കും മോഹിത് ശർമ്മയെ ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു കാരണവശാലും യൂസ് ചെയ്യില്ല, സെക്കൻഡ് ഇന്നിങ്സിൽ അല്ലാതെ ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം.
ഫസ്റ്റ് ഇന്നിങ്സ് ഇവർ ബോൾ ചെയ്യാന്നുണ്ടെങ്കിൽ അവർ സമീർ റിസ്റ്റുവോ കരുൺ നായരോ പോലുള്ള പ്ലേയേഴ്സ് കരുൺ നായർ വരണം ഈ ഇമ്പാക്ട് സബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരൊരു പവർ പ്ലേ ഒരു 10-for-3 അല്ലെങ്കിൽ 10-for-4 ഇങ്ങനെയുള്ള ഭയങ്കരമായ ബോളിംഗ് ട്രാക്കിൽ ചെന്നൈ പോലുള്ള ട്രാക്കിൽ അല്ലെങ്കിൽ ലക്നൗ ട്രാക്കിലൊക്കെ അങ്ങനെ സഡനായിട്ട് വന്നാൽ മാത്രമേ കരുൺ നായരെ പോലെ ഒരു പ്ലെയറെ വരാൻ ചാൻസ് ഉള്ളൂ. കരുൺ നായർ എന്ന് പറയുന്ന ക്ലാസ് പ്ലെയറാണ്, നല്ല പ്ലെയറാണ്. ഞാനങ്ങനെ സ്ട്രൈക്ക് റേറ്റ് കുറവുള്ള പ്ലെയർ ആണെന്നൊന്നും പറയുന്നതല്ല, നല്ല പ്ലെയറൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു പ്ലെയറിൻ്റെ ഒരു നേച്ചർ നോക്കും അങ്ങനെയാണ് ചാൻസ്. ബാക്കിയുള്ള എല്ലാ ട്രാക്കിലും ബാംഗ്ലൂർ ട്രാക്ക് ആയാലും ഹൈദരാബാദ് ട്രാക്ക് അവിടെയൊക്കെ സമീർ റിസ്റ്റിയെ പോലുള്ള ഹിറ്റേഴ്സ് ആയിരിക്കും വരാൻ ചാൻസ്. ഇവർ ഈ പ്ലെയേഴ്സൊക്കെ ബാറ്റ് ചെയ്യും, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ സമീർ റിസ്വിയെ പോലുള്ള ഒരു ഹിറ്ററെ ത്രോയിൻ ചെയ്യാനാണ് ചാൻസ്. അസുതോഷ് ശർമ്മ പറഞ്ഞു. ദർശൻ നാൽക്കണ്ടൊക്കെ മുകേഷ് കുമാറിന് ബാക്കപ്പാണ്. വിപർജിത് നിഗമുണ്ട്, അജയ് മണ്ഡലുണ്ട്, മൻവന്ത് കുമാറുണ്ട്, തിരുപല വിജയം, മാധവ് തിവാരി ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്ലേയേഴ്സുണ്ട്. മിച്ചൽ സ്റ്റാർക്ക്, നട്രാജൻ, മോഹിത് ശർമ്മ പറഞ്ഞു. ദുഷ്മാന്ത ചമീര മിച്ചൽ സ്റ്റാർക്കിന് ബാക്കപ്പാണ്. ചാൻസ് ഇല്ല, പ്ലേയിങ് ലെവലിലൊന്നും ഒരു ചാൻസ് ഇല്ല. നല്ല പ്ലെയർ കേട്ടോ, നല്ല സീമിൽ വെച്ച് എന്താ പറയുക ഹാർഡ് ലെങ്ത്തിൽ ബോൾ എറിയാൻ പറ്റിയ ഒരു പ്ലെയറാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള താരങ്ങൾക്കൊക്കെ അവസരം കിട്ടുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രീലങ്കയ്ക്ക് വേണ്ടി ഒരുപാടൊന്നും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ എബിലിറ്റി വെച്ചിട്ട് ആ ഹിറ്റ് ഹാർഡ് ലെങ്ത് ടോപ്പ് ഓഫ് ന്യൂ ബോളിലൊക്കെ ആ ഒരു സ്കില്ല് വെച്ചിട്ട് നോക്കുമ്പോൾ സ്റ്റാർക്കുമായിട്ട് എന്താ പറയുക ഓൾമോസ്റ്റ് സെയിം ക്വാളിറ്റിയാണ്. അതൊക്കെ വെച്ചിട്ടാണ് ആയിരിക്കാം ടീം മാനേജ്മെൻറ്റ് ദുഷ്മാന്ത ചമീരെ പോലുള്ള പ്ലെയർ എടുത്തത്. അപ്പം ബാക്കപ്പ് നോക്കുമ്പോഴും അത്യാവശ്യമുണ്ട്, അങ്ങനെ ഭയങ്കരപ്പെട്ട ബാക്കപ്പ് ഉണ്ട് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം ഒരു ബാക്കപ്പ് ഉണ്ട്, ഒരു 8/10 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ബാക്കപ്പിൻ്റെ കാര്യത്തിൽ പറയാം. ടീമിനെ വെച്ച് നോക്കുമ്പോൾ ഒരു 8.5 ഒക്കെ കൊടുക്കാം. കാരണം ഈ പ്ലേയേഴ്സ് ഇതിലിപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഭയങ്കരപ്പെട്ട അതിഭയങ്കരമായ പ്ലേയേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർക്ക് ഒഴിച്ചു കഴിഞ്ഞാലും അങ്ങനെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഉണ്ട് ഈ പ്ലേയേഴ്സൊക്കെ. KL രാഹുലിൻ്റെ ഒക്കെ റീസെൻറ്റ് ഫോം വെച്ചിട്ട് അദ്ദേഹത്തെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. KL രാഹുൽ ഭയങ്കര നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഒരിക്കലും അല്ല, KL രാഹുലൊക്കെ അടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈനപ്പിലൊക്കെ ഇപ്പോൾ അസുതോഷ് ശർമ്മ കഴിഞ്ഞ് സമീർ റിസ്വയെ ഇമ്പാക്റ്റ് ചെയ്യും എന്നൊരു കോൺഫിഡൻസ് പുള്ളിക്കാരനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അടി തുടങ്ങിയ നല്ല ഫസ്റ്റ് ക്ലാസ് പ്ലെയറാണ്. KL രാഹുലിനൊന്നും ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. ഫ്രേസർ മക്ഗർക്കിനെ ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നല്ല, പുള്ളിക്കാരനെ ഫ്രീ ആയിട്ട് വിടുക എന്നല്ല. എപ്പോൾ ഒരു 20-30 റണ്ണ് മാത്രമേ അദ്ദേഹത്തിന് എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു ബ്രേക്ക് ഔട്ട് സീസണാണ് അഭിഷേക് പോറലിന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അദ്ദേഹമൊക്കെ 1 ഡൗണിൽ ഒരു 400 റൺസ് എങ്ങാനും സ്കോർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഡൽഹിയൊക്കെ ഷുവർ പ്ലേ ഓഫ് ആണ്. ബട്ട് ഇവർ കുറച്ച് നന്നായിട്ട് കളിക്കേണ്ടി വരും പ്ലേ ഓഫൊക്കെ ഈ ടീം പോകണമെന്നുണ്ടെങ്കിൽ. ഒരു 5th സ്പോട്ടൊക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടീമാണിത്. കാരണം ഉണ്ട് ഇവർക്ക് KL രാഹുലിൻ്റെ ലീഡർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളിക്കാരൻ്റെ ലീഡർഷിപ്പ് എങ്ങാനും സെറ്റായി കഴിഞ്ഞാൽ അടിപൊളി ടീമാണ്, ഒന്നും പറയാനില്ല. ബട്ട് ഓൾ ഇൻ ഓൾ ഒരു 8.5/10 ടീമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അങ്ങനെയാണെന്ന് പറയാം. ബാക്കപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ബോളിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ബാറ്റിംഗ് ആണ് അവർക്ക് ആകെ ഉണ്ടാകാൻ പോകുന്ന ഒരു കൺസിഡറേഷൻ. പിന്നെ ലാക്ക് ഓഫ് ഓൾറൗണ്ടേഴ്സ്, എത്രത്തോളം ഓൾറൗണ്ടേഴ്സ് ഈ ടീമിലുണ്ടെന്നുള്ളത് അതും ഒരു ഈവൻ ബെഞ്ചിലായാൽ പോലും ഓൾറൗണ്ടേഴ്സ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് ഇവരുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇമ്പാക്ട് പ്ലെയർ എന്ന് പറയുന്ന റൂൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് അവർ അത്രയും ഓൾറൗണ്ടേഴ്സിനെ എടുക്കാതെ. ഇപ്പം നമ്മളിപ്പോൾ ചെന്നൈ പോലുള്ള ടീം, മുംബൈ പറഞ്ഞില്ല, ചെന്നൈ പോലുള്ള ടീം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബാറ്റിങ്ങും ബോളിങ്ങിനേക്കാളും ഓൾറൗണ്ടേഴ്സ് ആയിരിക്കും ഒരുപാട് ഉണ്ടാവുക. അതാണ് അവരുടെ എന്താ പറയുക അവരുടെ സീക്രട്ട് അല്ലെങ്കിൽ അവരുടെ കൺസിസ്റ്റൻസിക്കുള്ള റീസൺ. സോ അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഗൺ സ്റ്റാർട്ടിംഗ് ലെവൽ തന്നെയാണ്. സോ അതാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ റിവ്യൂ. നിങ്ങളെ എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇത് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം, അടുത്ത ടീമിലോട്ട് പോകാം. ഓക്കെ, സോ ഇത് റൗണ്ടപ്പ് ചെയ്യാം. ബൈ.